ഹായ് ഗായ്സ്, ഇന്നത്തെ ബ്രേക്കിംഗ് ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്മസ് എക്സാമിലെ ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കേജ് ആണ്. വിവിധതരം മാധ്യമങ്ങളിലൂടെ നിങ്ങൾ ഓൾറെഡി ഈ ന്യൂസ് അറിഞ്ഞിട്ടുണ്ടാവും. ഇനി നിങ്ങളെ, അതായത് സ്റ്റുഡൻസിനെ എങ്ങനെയായിരിക്കും ഈ കാര്യങ്ങൾ ബാധിക്കുക എന്നുള്ളത് ഒരു സ്റ്റുഡൻസ് POV നിന്ന് നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്, നമ്മൾ ഒബ്സർവ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിൽ ഇന്ന് രാവിലെ നടന്ന ഒരു പ്രസ് മീറ്റിംഗിലെ കാര്യങ്ങൾ വളരെ പ്രസക്തമാണ്. അതിൽ നിങ്ങളെ എങ്ങനെയാണ് ബാധിക്കുക എന്നാണ് ഞാൻ ഈ വീഡിയോയിൽ കംപ്ലീറ്റ് ആയിട്ട് പറയാൻ പോകുന്നത്. പൂർണ്ണമായിട്ട് കാണാം, എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, കമൻ്റായി രേഖപ്പെടുത്തണം. അപ്പോൾ നമുക്ക് കാര്യത്തിലോട്ട് വരാം. ഇന്ന് രാവിലെ നടന്ന പ്രസ് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ഒരു ന്യൂസ് കട്ടിംഗ് ആണിത്. അതിൽ ഹെഡിങ് ആയി കൊടുത്തിട്ടുള്ളത് ചോദ്യം ചോർന്നു എന്നുള്ള രീതിയിൽ തന്നെയാണ്. അതായത് വിദ്യാഭ്യാസ വകുപ്പ് ചോദ്യം ചോർന്നിട്ടുണ്ട് എന്ത് ചെയ്യാണ് അവർ തന്നെ പ്രസ്താവിച്ചിട്ടുണ്ട്. തീർന്നില്ല, അതിന്റെ അന്വേഷണം കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ഇനി ഞാൻ റെഡ് നിറത്തിൽ മാർക്ക് ചെയ്ത ഈ ഒരു ഭാഗം ശ്രദ്ധിക്കുക. പരീക്ഷ മാറ്റിവെക്കണോ എന്നതിൽ തീരുമാനം തിങ്കളാഴ്ച ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അതായത് ഓൾറെഡി നിങ്ങൾക്ക് 3-4 എക്സാംസ് കഴിഞ്ഞിട്ടുണ്ട്. +1 ആണെങ്കിൽ നിങ്ങൾക്ക് എന്തുണ്ട്, ഓൾറെഡി 3 എക്സാംസ് കഴിഞ്ഞു. ഇനി 3 എക്സാംസ് ബാക്കിയുണ്ട്. ഇതിൽ +1 മാത്സ് കഴിഞ്ഞുപോയ +1 മാത്സ് എക്സാമുമായി ബന്ധപ്പെട്ടാണ് കൂടുതൽ വിവാദങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ എക്സാം മാറ്റി വെക്കണോ അല്ലെങ്കിൽ മാറ്റി നടത്തണോ എന്നുള്ള കാര്യത്തിലാണ് തീരുമാനം. തിങ്കളാഴ്ച വെയിറ്റിംഗ്. അപ്പോൾ ഇതെങ്ങനെയായിരിക്കും സ്റ്റുഡൻസിനെ അഫക്റ്റ് ചെയ്യാന്നുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. സോ മക്കളെ, നിങ്ങൾ നോക്കുക, നമ്മുടെ മുന്നിൽ അല്ലെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പിന് മുമ്പിൽ 2 ഓപ്ഷൻസ് ആണത്. ഒന്നെങ്കിൽ എന്ത് ചെയ്യുന്നു, ഒന്നെങ്കിൽ റീടെസ്റ്റ് നടത്തും. അതായത് ഈ ചോദ്യം ചോർന്നു എന്ന് പറയപ്പെടുന്ന എക്സാമായ മാത്സ് ഒന്ന് റീടെസ്റ്റ്, അതായത് എല്ലാ കുട്ടികൾക്കും, ഒരു സ്കൂളിലെ കുട്ടികളല്ല, കംപ്ലീറ്റ് കുട്ടികൾക്കും മാത്സ് എക്സാം ഒരു തവണ കൂടി നടത്തും. അതൊരു പുതിയ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും. അതിൻ്റെ ഡിഫിക്കൽട്ടി ലെവലൊന്നും നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. അതിന് മേ ബി ഓൾറെഡി ബാക്കപ്പ് ആയി വെച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കാം. മേ ബി ഓൾറെഡി നടന്ന എക്സാമിൻ്റെ അത്ര തന്നെ ഡിഫിക്കൽട്ടി ഉണ്ടാവും. ചിലപ്പോൾ അതിലേറെ ഡിഫിക്കൽട്ടി ഉണ്ടാവും, ചിലപ്പോൾ അതിലേറെ ഈസി ആയിരിക്കും. ഒന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതേപോലെ ഒരു റീടെസ്റ്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ റീടെസ്റ്റിന് സാധ്യതകൾ ഉണ്ട്, പ്രത്യേകിച്ച് ചോർന്നു എന്ന് വിദ്യാഭ്യാസ മന്ത്രി തന്നെ അഡ്മിറ്റ് ചെയ്ത ഒരു അവസ്ഥയിൽ. ഇനി രണ്ടാമതൊരു സിനാരിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീടെസ്റ്റുകൾ ഇല്ലാത്തൊരവസ്ഥയിൽ നമുക്ക് വേണേൽ കടന്നു പോകാം. അതായത് സംഭവിച്ചത് സംഭവിച്ചു, ഇത് പബ്ലിക് എക്സാം അല്ല, ക്രിസ്മസ് എക്സാം മാത്രമാണ് എന്നുള്ള രീതിയിൽ കുറച്ചൊരു എളുപ്പപ്പണി വേണമെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം. പക്ഷെ അതിന് സാധ്യത എത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഇനി മുന്നോട്ടുള്ള എക്സാംസ് കുറ്റമറ്റ രീതിയിൽ നടത്തി കഴിഞ്ഞാൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നുള്ളൊരു വിശ്വാസത്തിൽ വേണമെങ്കിൽ അങ്ങനെ മുന്നോട്ട് പോകാം. അപ്പോൾ റീടെസ്റ്റിന് സാധ്യതകൾ ഉണ്ട്. ഇനി രണ്ടാമത്തെ കാര്യം, റീടെസ്റ്റ് ഉണ്ടാവുകയാണെങ്കിൽ ഏത് സബ്ജക്റ്റിനായിരിക്കും എന്ന് ചോദിച്ചാൽ അവിടെ നമുക്ക് എല്ലാ എക്സാമിനും റീടെസ്റ്റ് നടത്തേണ്ട കാര്യമൊന്നുമില്ല. കാരണം വിവാദം ഉയർന്നിട്ടുള്ളത് +1 കേസിൽ മാത്സിന് മാത്രമാണ്. സോ മാത്സിന് മാത്രമായിരിക്കും ഉണ്ടാവുകയാണെങ്കിൽ റീടെസ്റ്റ് ഉണ്ടാവുക. ഓക്കെ, അത് കഴിഞ്ഞു പോയ കെമിസ്ട്രിക്കോ അല്ലെങ്കിൽ ലാംഗ്വേജസിനൊന്നും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല, അങ്ങനെ ഒരു വിവാദമൊന്നും ഉണ്ടായിട്ടില്ല. ഇനി അടുത്ത കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴായിരിക്കും ഈ റീടെസ്റ്റ് ഉണ്ടാവുകയാണെങ്കിൽ എന്നുള്ളൊരു ചോദ്യം ഉണ്ടാവും. അപ്പോൾ അവിടെ മുമ്പിൽ നിങ്ങൾ ഓപ്ഷൻസ് നോക്കുക. നിങ്ങൾക്ക് എക്സാംസ് കഴിയുന്നത് 19-ാം തീയതിയാണ്. അതായത് ബയോളജി എക്സാം ആണ് 19-ാം തീയതി നടക്കാൻ പോകുന്നത്. 20-ാം തീയതി ഒഫീഷ്യലി എന്താണ് ഒരു വർക്കിംഗ് ഡേ ആയിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് 20-ാം തീയതി, അതായത് ഡിസംബർ 20-ന് എക്സാം നടത്താനുള്ള ഒരു സാധ്യത അവർ മുമ്പിലുണ്ട്. കാരണം എന്ത് ചെയ്യാം, കാരണം ക്രിസ്മസ് അവധിക്ക് മുമ്പ് തന്നെ ഈ എക്സാം നടത്തി എല്ലാ കാര്യങ്ങളും ഓക്കെ നോർമലായിട്ട് മുന്നോട്ട് പോകാൻ അവരുടെ മുമ്പിൽ ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഡിസംബർ 20-ന് മാത്സ് എക്സാം മേ ബി വന്നേക്കാം റീടെസ്റ്റ് ഉണ്ടാവുകയാണെങ്കിൽ. അല്ലെങ്കിൽ പിന്നെ അവരുടെ മുമ്പിൽ ഓപ്ഷൻ എന്താ, ക്രിസ്മസ് വെക്കേഷൻ കഴിഞ്ഞതിന് ശേഷം റീഓപ്പൺ ചെയ്യുന്ന, അതായത് ഡിസംബർ ലാസ്റ്റ് റീഓപ്പൺ ചെയ്യുന്നില്ല പല സ്കൂളുകളിലും, ജാനുവരി 1st വീക്കിൽ എപ്പോഴെങ്കിലും ആയിരിക്കും നിങ്ങളുടെ സീനിയേഴ്സിന് ലാബും കാര്യങ്ങളൊക്കെ പ്രൊസീഡ് ചെയ്യുന്നതുകൊണ്ട് ആ ഒരു സമയത്ത് എക്സാം നടത്താൻ അവർക്കൊരു അവസരമുണ്ട്. അപ്പോൾ ഇത് പ്രത്യേകം നിങ്ങൾ ആലോചിക്കുക. നിങ്ങളെ സംബന്ധിച്ചോളം മാത്സ് എക്സാം ഈ മാത്സ് എക്സാം റീടെസ്റ്റ് വേണോ വേണ്ടേ എന്നുള്ളത് നിങ്ങളൊന്ന് കമൻ്റായി പറയണം. ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നോ ഉള്ള കാര്യമല്ല ഞാൻ ചോദിക്കുന്നത്. ഇപ്പോൾ നടന്നു പോയ മാത്സ് എക്സാം ഡിഫിക്കൽട്ടി ലെവൽ ആലോചിച്ച് നിങ്ങൾക്കൊരു റീടെസ്റ്റ് നടത്തേണ്ട കാര്യം ഉണ്ട് എന്നാണ് എൻ്റെ ഭാഗം. എൻ്റെ ഭാഗം എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു റീടെസ്റ്റ് മാത്സ് എഴുതണം. കാരണം ഓൾറെഡി നടന്ന മാത്സ് എക്സാമിൽ ഞങ്ങൾ ഇട്ട പോളിൽ തന്നെ ഓൾമോസ്റ്റ് 95% മുകളിൽ എന്താണ് ഡിഫിക്കൽട്ടാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്, അല്ലേ? ഇതേ ഒപ്പീനിയൻ തന്നെ ആയിരിക്കും നല്ലൊരു ശതമാനം കുട്ടികൾക്കും. അപ്പോൾ അതൊരു റീടെസ്റ്റ് നടത്തുകയാണെങ്കിൽ ഒരു പ്രാക്ടീസ് കൂടി കിട്ടും. ഇനി ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെപ്പറ്റി നമുക്കൊരു കൺഫർമേഷൻ കൂടി നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു റീടെസ്റ്റിലൂടെ നമുക്ക് ഉറപ്പുവരുത്താം. ഇനി ഡിഫിക്കൽട്ടായുള്ള ക്വസ്റ്റ്യൻ പേപ്പർ നേരിടാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, തയ്യാറെടുക്കാം. അപ്പോൾ മോഡലിൻ്റെയോ പബ്ലിക് എക്സാമിൻ്റെ മുമ്പെയോ നമുക്കൊരു അവസരം കൂടി കിട്ടുകയാണ് അല്പം ഡിഫിക്കൽട്ട് ഏറിയ ഒരു പേപ്പർ എഴുതാൻ. പക്ഷേ അവിടെ ഒരു ചോദ്യചിഹ്നമായി ബാക്കി നിൽക്കുന്ന കാര്യം, ഇത്രയും ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് എഴുതാനുള്ള ആ ഒരു ലെവൽ പ്രിപ്പറേഷൻ നമ്മളെ കുട്ടികൾക്ക് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. പല സ്കൂളുകളിലും
സ്കൂളുകളിലും പല കമന്റിലും ഞാൻ കണ്ടിട്ടുണ്ട്, പല സ്കൂളുകളിലും PYQസിലൂടെ മാത്രമാണ് കടന്നു പോകുന്നത്. കാരണം ഒരുപാട് വർഷങ്ങളായിട്ട് ക്വസ്റ്റ്യൻ പാറ്റേൺ ഒരേപോലെ ആയിരുന്നു. അപ്പോൾ ഒരു പെട്ടെന്നുള്ള ചേഞ്ചിന് വേണ്ട കാര്യങ്ങളൊന്നും സ്കൂളിൽ നിന്ന് കൃത്യമായി കിട്ടിയിട്ടില്ല എന്ന് പല കുട്ടികളും സങ്കടത്തോടെ പറയുന്നുണ്ട്. അപ്പോൾ അതിൽ അധ്യാപകരെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ അത് പഠിച്ച വിദ്യാർത്ഥികളെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. ഇങ്ങനെ ഒരു റീടെസ്റ്റ് നടക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി അതിനൊരു കൃത്യമായ പ്രിപ്പറേഷനൊക്കെ നമുക്ക് കിട്ടാൻ സമയമുണ്ട്. അപ്പോൾ ഡിസംബർ 20 ആണെങ്കിൽ അല്പം ഒന്ന് വെള്ളം കുടിക്കും. എന്നാൽ ഡിസംബറിന് ശേഷമാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വെക്കേഷൻസ് യൂസ് ചെയ്യാം. വെക്കേഷനിൽ കൃത്യമായി മാത്സ് ബേസിക്സ് കവർ ചെയ്ത് കഴിഞ്ഞാൽ ജാനുവരി 1st വീക്കിൽ നടക്കുകയാണെങ്കിൽ ആ റീടെസ്റ്റിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്ത് ഒന്ന് കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാനും അൾട്ടിമേറ്റ്ലി നെക്സ്റ്റ് ഇയറിലേക്കൊക്കെ നിങ്ങളുടെ ആ ഒരു മാത്സിൻ്റെ ബേസിക്സ് സെറ്റാക്കാനും ഉപയോഗിക്കുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ ഇത് എൻ്റെ അഭിപ്രായമാണ്, സ്ട്രിക്ട്ലി എൻ്റെ അഭിപ്രായമാണ്, എജുബോർഡിൻ്റെ അഭിപ്രായം പോലൊന്നും ഞാൻ പറയുന്നില്ല, എൻ്റെ അഭിപ്രായമാണ്. എൻ്റെ അഭിപ്രായത്തിനോട് യോജിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിന് എല്ലാവർക്കും നിങ്ങൾ ഷെയർ ചെയ്യുക. ഈ ഒരു ന്യൂസ് ഒരാൾ പോലും അറിയാതിരിക്കരുത്.